വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറേ ദിവസമല്ല കുറേ മാസങ്ങളായി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാ രാവിലെ പൊന്ന് നല്ല ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം ഞാനോടും കൂടെ അതായത് നമ്മുടെ വാടകയ്ക്കെടുത്ത വീട്ടിൻ്റെ അടുത്തായിട്ടാണ് ചേട്ടൻ്റെ കട ഉള്ളത്. അപ്പോൾ ഇതേപോലെ ബാൽക്കണിയിൽ ചെന്ന് ചേട്ടൻ്റെ കടയിൽ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്നോട് സ്ഥിരം പണിയാണ് അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ അവൾ അച്ഛനെ കണ്ട് ശരിക്കും വിളിക്കുന്നതാണ് ചേട്ടന്. അങ്ങനെ ഇവിടെ ഈ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് ജംഗ്ഷനാണ്. അപ്പോൾ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ പച്ചക്കറി കട, പലവ്യഞ്ജന കട, എല്ലാം നമ്മുടെ കൈക്കുള്ളിൽ കിട്ടും പോലെ എല്ലാം നമ്മുടെ ഈ ഏരിയയിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നിങ്ങൾക്ക് ഈ വീടിന്റെ ചുറ്റും കാണിച്ചു തരാം. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ വീട് നല്ല പണി നടക്കുന്നുണ്ട്. ആ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പൊടിയെല്ലാം നമ്മുടെ ഈ വീട്ടിലോട്ട് അടിച്ചു കയറും. അതെനിക്ക് ഇരട്ടി പണിയാണ്. അങ്ങനെ രാവിലെ കിച്ചണിലോട്ട് കയറി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. കാരണം ശുദ്ധമായി ശ്വസിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജനൽ തുറന്നിട്ട് ജോലി ചെയ്യാൻ എനിക്ക് പുറത്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ ഇരുന്നൊരു മണി പ്ലാന്റ് ആണ്. നല്ല വേര് പിടിച്ചിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടി വരുമോ എന്തോ, നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതിനെ മുറിച്ച് മാറ്റിയതാണ്. അങ്ങനെ രാത്രി ഞാൻ കുറെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. അതിനെല്ലാം എടുത്തു വെച്ച് രാവിലെ ഫുഡ് കഴിച്ചതിന്റെ ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ചു. പൊന്ന് നല്ല ഉറക്കമാണ്. രാവിലെ അവള് നല്ലപോലെ ഉറങ്ങും കേട്ടോ. അത് 2 പ്രാവശ്യമൊക്കെ ഉറങ്ങും. അങ്ങനെ രാവിലെ തന്നെ ഒരു 11 മണിക്കാണ് ചന്ത തുറക്കണം. അപ്പൊ ചന്ത ആവുമ്പോൾ മീൻ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. മുത്തോലി മീനാണ് വാങ്ങിച്ചത്. ഇവിടെ കറിയും വെക്കണം, അതുപോലെ തന്നെ പൊരിക്കുകയും വേണം. അത് ഞാൻ കഴുകിയെടുത്ത് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാലയൊക്കെ തൂറ്റിയിട്ട് നന്നായിട്ട് നെത്തോലി ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കും. പിന്നെ തേങ്ങ തിരുവിയത് നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്, നെത്തോലി കറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ജാറിൽ കുറച്ച് തേങ്ങയും ഇട്ട് 2 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഉണ്ട പുളിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജാറിൽ അരയ്ക്കാൻ വേണ്ടി എടുത്ത് അങ്ങനെ അരച്ചെടുത്തു കേട്ടോ നന്നായിട്ട്. ഇവിടെ പിന്നെ മീൻ വെച്ചാൽ കറിയും വെക്കണം, അതുപോലെ പൊരിക്കുകയും വേണം. അത് എന്തോ ഇതൊരു ശീലമായിപ്പോയി. അങ്ങനത്തെ അരപ്പൊക്കെ നന്നായിട്ട് മീനിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് പുളിവെള്ളം നല്ലപോലെ ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പപ്പടം പൊരിക്കാനായിരുന്നു. ഇത് നമ്മുടെ പപ്പട തോരന് വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടിയിൽ എണ്ണ വീത്തി പപ്പടം ഇട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കും കേട്ടോ. പപ്പട തോരനാണ് ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് പപ്പടത്തോരൻ ബെസ്റ്റാണ്. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കോരി വെച്ചു. പിന്നെ അതേ എണ്ണ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, നെത്തോലി മീൻ, അതിനെ വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് അതിനെ വെച്ചു. അപ്പോഴേക്കും എനിക്ക് നല്ല 8ന്റെ പണി കിട്ടി. ഗ്യാസ് തീർന്നു. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. ഇന്ന് ഫുഡടി ഗോവിന്ദ. അങ്ങനത്തെ പൊന്നൂന് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് എൻ്റെ ദേഹത്തും കുറേ ബിസ്ക്കറ്റിൻ്റെ ഇതെല്ലാം തേച്ച് വെച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തുണി വിരിക്കാൻ പോകണം കേട്ടോ. ഇത് ടെറസാണ്, അപ്പോൾ നമുക്ക് മുകളിലാണ് തുണി വിരിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ്, അതായത് നമ്മുടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുകയടുപ്പ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ താമസിച്ചിട്ടുള്ള പഴയ വീട്ടുകാർ അവർ ഈ ടെറസിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ കുക്ക് ചെയ്തത്. അവരിങ്ങനെ അടുപ്പ് കൂട്ടി ഇവിടെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ 2 പേരേ ഉള്ളൂ, നമുക്ക് ഗ്യാസ് ഇല്ലാതെ പറ്റില്ല. അടുപ്പ് കത്തിക്കാൻ പറ്റും, പക്ഷെ ഇനി എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് നമ്മുടെ പേരിലാവും. അതുകൊണ്ട് നമ്മൾ മുകളിൽ, അതുമല്ല ഇവിടെ ടാർപ്പ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൊച്ചിനെയും വെച്ച് ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റൂല. ഈ കമ്പിയിൽ നിന്ന് ഉള്ളു വേണമെങ്കിൽ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് പേടിച്ച് എനിക്ക് ടെറസിലോട്ട് എവിടെയും കൊണ്ട് വരാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇനി താഴെ വന്നിട്ട് നെയ്മർ സിനിമയുണ്ട്, അതിൽ പട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ വന്ന് നിൽക്കണേ. അങ്ങനെ ഞാൻ എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് ചേട്ടൻ്റെ വീട്ടിലാണ്ട് പോവുകയാണ്. എല്ലാം കെട്ടിപ്പിറക്കി നാടുവിടുന്നതല്ല. ഇന്ന് ഫുഡടി ഇല്ലാത്തതുകൊണ്ട്, ഫുഡ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഇന്ന് പോണത്. രാത്രി അവിടെ ആയിരിക്കും ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ ഇത് മില്ലാണ്. ഇവിടെ ഒരേ ഒരു മില്ലേ ഉള്ളൂ, അത് ഇവിടെയാണ്. അതായത് എൻ്റെ വീടിൻ്റെ താഴെ, അതായത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ താഴെയായിട്ടാണ് മില്ല്. ഇത് പലവ്യഞ്ജന കട, എല്ലാം എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ടയർ കടയും ഉണ്ട്, എല്ലാം ഉണ്ട്.
മാർക്കറ്റുണ്ട്, അതുപോലെ പച്ചക്കറി കടയുണ്ട്, ബേക്കറി ഉണ്ട്, എല്ലാം ഈ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേട്ടന് ആണ് കൊണ്ടാക്കണം. ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് അവിടെയാണ് ഫുഡ് അടിയൊക്കെ. കാരണം ഗ്യാസ് തീർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഒരു ഫുഡും ഉണ്ടാക്കാൻ പറ്റൂല. അങ്ങനെതാ ഇടവഴി കൂടെ പോവേണം. ഈ ഇടവഴി എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം കാല് വല്ലതും തട്ടിയ മുറിയും. അങ്ങനത്തെ ഒരു ഇടുങ്ങിയ വഴി കൂടെയാണ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. മെയിനായിട്ട് ഒരു റോഡ് ഉണ്ട്, പക്ഷെ അതിൽ കുത്തുതേരിയാണ്. പിന്നെ ഇതാ ചേട്ടൻ്റെ വീട്ടിലൊക്കെ എത്തി. പൊന്നൂനെ കാണാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ കണ്ടില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വിസിറ്റ് ഉണ്ട് നമ്മൾ. അങ്ങനെ അവൾക്ക് പിന്നെ അവിടെ ചെന്നാൽ പിന്നെ ഞാൻ ഫോൺ കൊടുക്കാത്തതുകൊണ്ട് അവിടെ ഫോൺ കളിക്കും. അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.